Welcome, my dear students. Welcome to our social science class. My dear students, in our last class, we already finished our second chapter. So, today we are moving to discuss about our third chapter. Students, our first chapter is the resistance and the first war of independence. What's our chapter name? Yes, resistance and the first war of independence. Students, before going to this chapter, let us start with a story. Yes, let's start our story. Thump of the Nagodas. Nagodas were the sericulturists of Bengal. Weavers from various countries come to buy the silk they produced. When Bengal came under the rule of the English East India Company, the officials began to exploit the Nagodas. They were compelled to do weaving for meagre wages. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation, for it did not help them earn a living. So they decided to cut off their thumbs as a protest against the policies of the East India Company. സ്റ്റുഡൻസ് നഗോഡകളുടെ സ്റ്റോറിയാണ് സാറ് പറഞ്ഞത്. ബംഗാളിലെ സെറികൾച്ചർ, യെസ്, നമ്മുടെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുടെ പട്ടുനൂൽ തേടി പല നാടുകളിൽ നിന്നും നെയ്ത്തുകാരെത്തിയിരുന്നു ബംഗാളിലേക്ക്. എന്നാൽ ഈ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഈ നഗോഡകളെ നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി, ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറഞ്ഞ വേതനത്തിന്, കുറഞ്ഞ കൂലിക്ക് ഈ നഗോഡകളെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്തു ഈ കമ്പനി ജീവനക്കാർ. അങ്ങനെ ജീവിക്കാൻ മറ്റ് മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കമ്പനിയുടെ തൊഴിലാളികളാക്കി നഗോഡകളെ മാറ്റി. സ്ലേവ്സിന് തുല്യമായ ജീവിതം, അടിമകൾക്ക് തുല്യമായ ജീവിതം. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ അവർ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവരുടെ വസ്തുക്കൾ അവർ പിടിച്ചെടുത്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതമാകെ വഴിമുട്ടിയ നമ്മുടെ നഗോഡകൾ അവരുടെ കുലത്തൊഴിൽ, അവരാദ്യമേ ചെയ്തിരുന്ന ആ ജോലി, നെയ്ത്ത് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. ഇതാണ് നഗോഡകളുടെ, യെസ്, നമ്മുടെ സ്റ്റോറി തന്നെ അതാണ്, നഗോഡകളുടെ പെരുവിരൽ എന്നുള്ളതാണ്. സ്റ്റുഡൻസ്, ഡു യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി? ദിസ് വാസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഇവൻറ്റ്. യെസ്, the East India Company rule adversely negatively affected all the workers engaged in traditional occupation. They were uprising in different parts of our country against this. Next, who were exploited under the company rule? Yes, East India കമ്പനിയുടെ ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക്, എക്സ്പ്ലോയിറ്റേഷന് ഇരയായിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? Yes dears, first one farmers, second one weavers, third one craftsman, then the last one tribals. Farmers, weavers, craftsman, tribals. ഓക്കെ, ഇവരെല്ലാവരും എന്തായിരുന്നു? were exploited under the East India Company rule. Students, our next topic, against the farmers. Yes, with the subjugation of Bengal, the attention of the East India Company shifted to the rich agricultural sector of the region. Their aim was to exploit the maximum resources. Yes, ബംഗാൾ സബ്ജുഗേറ്റ് ചെയ്തതോടെ, കീഴടക്കിയതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അറ്റൻഷൻ വളരെ സമ്പന്നമായിട്ടുള്ള ഏത് മേഖലയിലേക്ക് തിരിഞ്ഞു? യെസ്, അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക്, കാർഷിക മേഖലയിലേക്ക് ഈ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ തിരിഞ്ഞു പോവുകയാണ് കൂട്ടുകാരെ. യെസ്, ദെയർ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സസ്. വാട്ട് വാസ് ദിയർ എയിം? യെസ്, ഈ മേഖലയിൽ നിന്ന് മാക്സിമം, പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ എയിം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. യെസ്, നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് adopted. What are the strategies were adopted by the English East India Company? Yes, ഇങ്ങനെ
നമ്മുടെ ഫാമേഴ്സിനെ കീഴടക്കാൻ വേണ്ടി അവർ എന്തെല്ലാം സ്ട്രാറ്റജീസാണ് അഡോപ്റ്റ് ചെയ്തത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. കർഷകർക്ക് മേൽ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തു. എന്ത് ചെയ്തു? അമിതമായിട്ടുള്ള നികുതിയുടെ ഭാരം അടിച്ചേൽപ്പിച്ചു. സെക്കൻഡ് വൺ, നോ ടാക്സ് കൺസെഷൻ വർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദ അഗ്രികൾച്ചർ. യെസ്, ഡ്രോട്ടോ ഫ്ലഡോ മൂലം കൃഷി നശിച്ചാലും ടാക്സിൽ അവർ ഒരു ഇളവും ഫാമേഴ്സിന് നൽകിയിരുന്നില്ല. തേർഡ് വൺ, മിഡിൽ മെൻ വർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിങ് ടാക്സ്. നികുതി പിടിച്ചെടുക്കാൻ അവർ ജമീന്ദാർസിന് ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ദെൻ ദ ഫോർത്ത് വൺ, ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതുപോലെ തന്നെ ടാക്സ് ഇതിനു മുൻപ് ഫാമേഴ്സ് കൈൻഡ് സാധനങ്ങളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയൊരു വ്യവസ്ഥ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു അത്? യെസ്, ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. Then the last one, the farmers had to depend on sahus, the private money lenders, for loans at high rate of interest. അങ്ങനെ സാധനങ്ങളൊക്കെ നശിച്ചാലും ടാക്സ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫാമേഴ്സിന് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു? പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ. എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ്? ലോൺ എടുക്കാൻ അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പോൾ പണത്തിനായി ഫാമേഴ്സ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെന്ത് ചെയ്യേണ്ടി വന്നു? ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. So students, do you understood what are the strategies adopted East India Company to exploit the farmers? Okay student, we can check our next paragraph. Okay, the East India Company identified, they understood that the fertile field of Bengal were much favorable for growing the commercial crop like cotton, jute and indigo. നമ്മുടെ ബംഗാളിലെ സോയില് കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, നീലം എന്നിവ കൃഷി ചെയ്യാൻ വളരെ ഫേവറബിളാണ്, ഏറ്റവും അനുയോജ്യമാണെന്ന് ആര് കണ്ടെത്തി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. യെസ്, ദീസ് were the major raw material for the industries in England. എന്താണ്? ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് ആയിരുന്നു കോട്ടണും അതുപോലെ തന്നെ ഇൻഡിഗോയും ജൂട്ടുമെല്ലാം. ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഫേവറബിൾ സോയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ബംഗാളി എന്ന് ആര് ഐഡൻറ്റിഫൈ ചെയ്തു? യേസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ബംഗാളിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. Consequently, they decided to expand its cultivation and forced it to the farmers to do so. Yes, അപ്പോൾ ഇതിനായി അവരെന്ത് ചെയ്തു? കർഷകരെ നിർബന്ധിച്ച്. എന്തിനാണ്? അതുകൊണ്ട് കോട്ടണും ജൂട്ടും കൃഷി ചെയ്യാൻ, അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ, വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിന് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാമേഴ്സിനെ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു. യേസ്, അപ്പോൾ എന്താ സംഭവിക്കുക? ദ ഫീൽഡ് ദാറ്റ് were used only for the cultivation of food crop changed into the plantation of cotton, jute and indigo. യേസ്, അപ്പോൾ എന്താണ്? നമ്മുടെ ട്രഡീഷണലി ഫുഡ് ക്രോപ്പ് മാത്രമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, വീറ്റും റൈസൊക്കെ ആയിരുന്നു. എന്നാൽ ആ കൃഷിയിടങ്ങൾ കോട്ടണും ജൂട്ടും അതേപോലെ ഇൻഡിഗോയും ഒക്കെ ഉള്ള പ്ലാന്റേഷൻ ക്രോപ്പിൻ്റെ തോട്ടങ്ങളായിട്ട് മാറി. നമ്മുടെ ഈ ബംഗാളിലെ ലാൻഡെല്ലാം എന്തായിരുന്നു? ഫുഡ് ക്രോപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഫുഡ് ക്രോപ്പായിട്ടുള്ള റൈസും അതേപോലെ കപ്പയൊക്കെ ആയിരുന്നു അവരവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ മണ്ണെല്ലാം എന്തിനു വേണ്ടി റിസർവ് ചെയ്തിട്ട് കൂട്ടുകാരെ? പ്ലാന്റേഷൻ ക്രോപ്പായിട്ടുള്ള ജൂട്ടും കോട്ടൺ അതുപോലെ തന്നെ ഇൻഡിഗോ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് മാറി. യെസ്, ആസ് എ റിസൾട്ട് farmers became landless and were forced to become laborers. യെസ്, അങ്ങനെ കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ വെറും ലാബേഴ്സായി മാറുകയും ചെയ്തു. Students, do you understood the hardship faced by different categories of people in Bengal under the East India Company rule? So, let's find out today's class. Thank you. See you in the next class. Bye-bye.